ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഡാർജിലിംഗിലെ മറ്റൊരു വില്ലേജാണ്. ആ വില്ലേജിൻ്റെ പേരാണ് പുളുംതുങ്. ഏകദേശം ഡാർജിലിംഗിൽ നിന്ന് 20-25 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ പോകുന്ന വഴിയാണിത്. റോഡിൻ്റെ ഇരുവശങ്ങളിലും പൈൻമരം കൊണ്ട് നിറഞ്ഞ് നിൽക്കുന്ന സ്ഥലമാണ്. നല്ല രസമുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വഴിയും നല്ലതാണ്. അപ്പോൾ തുടർന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മൾ യാത്ര ചെയ്ത് മറ്റൊരു ടൗണിൽ എത്തിച്ചേർന്നു. ഈ ടൗണിൻ്റെ പേരാണ് സുക്കിയ. ഗും കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡാർജിലിംഗ് വിട്ട് കഴിഞ്ഞാൽ അടുത്തത് ഗും കഴിഞ്ഞാൽ പിന്നെ സുക്കിയേ ഉള്ളൂ. ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ഉണ്ട് ഗും സുക്കിയയും തമ്മിൽ. ഇവിടെ നിന്ന് നേരെ ഈ വഴി നമുക്ക് പോയി കഴിഞ്ഞാൽ NJP, ബാഗ്ഡോഗര, അതുപോലെ തന്നെ മിറിക്ക്, സന്താപ്പു, ഇവിടെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് പോകാനുള്ളൊരു വഴിയാണിത്. ഇതിലെയും സിലിഗുഡിക്ക് നമുക്ക് പോകാം, പക്ഷെ അല്പം ദൂരം കൂടുതലാണ്. ഈ ടൗണിൽ നിന്ന് നമ്മൾ ഇടത്തോട്ടാണ് നമ്മൾ വില്ലേജിലോട്ടുള്ള വഴി കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞു. ഇനി നമ്മൾ പോകുകയാണ് വില്ലേജിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞ് ഈ കാണുന്നത് ആ വില്ലേജിലോട്ടുള്ള വഴിയാണ്. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ നല്ല വഴിയാണ്, പക്ഷേ എന്നാൽ ഈ വഴി ഇങ്ങനെ നന്നാക്കിയിട്ട് ഏകദേശം 1 വർഷമായിട്ടേ ഉള്ളൂ. ഇതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ തവണ പോയ വില്ലേജിലെ സെയിം റോഡ് പോലെ തന്നെയായിരുന്നു, ഓഫ് റോഡ് പോലെ തന്നെയായിരുന്നു. ഇപ്പോൾ എന്തായാലും നന്നാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ വളരെ എളുപ്പമാണ്. നല്ല സൗകര്യങ്ങളുമുണ്ട്. റോഡിൻ്റെ ഇരുവശങ്ങളിലും പൈൻമരം തന്നെയാണ് കൂടുതലും. ഇവിടെയൊന്നും ആൾപ്പാർപ്പില്ലാത്ത സ്ഥലമാണ്. ആളുകളൊന്നും ഒരുപാട് താമസിക്കുന്നില്ല ഈ സ്ഥലത്തൊന്നും. കുറച്ചും കൂടി നമ്മൾ താഴത്തേക്ക് പോയി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വീടുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ലഭ്യമാകുകയുള്ളൂ. നല്ല ഭംഗിയുള്ള വില്ലേജ് തന്നെയാണ് ഇന്ന് നമ്മൾ പോകുന്നത്. വീണ്ടും വഴി മോശമായി വന്നു. ഇതൊരല്പം അവരിങ്ങനെ ഇട്ടേക്കുന്നതാണ്. അത് ഗവൺമെൻറ്റിൽ നിന്ന് സാങ്ഷനും മറ്റ് പണിതതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയാണെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമേ ഇവർ ഈ റോഡ് ബാക്കിയുള്ള ഭാഗം കൂടി നന്നാക്കിയുള്ളൂ. ഒരല്പം ദൂരം ഇങ്ങനെയുണ്ട്, പക്ഷേ അല്പം ബുദ്ധിമുട്ടുണ്ട്. ബൈക്ക് ആയതുകൊണ്ട് അല്പം തെന്നുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇത്രയും രീതിയിൽ അവർ ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല. നേരത്തെ ഇതിലും വളരെ മോശമായിരുന്നു. താഴത്തോട്ട് നല്ല ഡീപ്പായിട്ടുള്ള കുഴിയാണ്. ഇവിടുത്തെ വീടുകളൊക്കെയാണ് കേട്ടോ. ഇനി താഴെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല ഇതിൽ നമ്മൾ പോകുന്ന വില്ലേജിൻ്റെ വഴി മോശമുണ്ട് കണ്ടോ. റോഡ് നല്ല മോശമാണ്. ബൈക്ക് തന്നെ ചെറുതായിട്ട് തെന്നുന്നുണ്ട്. അപ്പം നമ്മുടെ സേഫ്റ്റിക്ക് ഒരാളിരുന്ന് ഓടിച്ചു പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇതിലേക്കുള്ള യാത്ര. ചെറിയ റോഡുമാണ്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും, താഴെ നിന്നൊരു ജീപ്പ് കയറി വരുന്നുണ്ട്. അതും അവിടെ നിർത്തി ബൈക്ക് നിർത്തേണ്ടി വന്നു. കാരണം അപ്പം റോഡ് വളരെ ചെറുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അല്പം സൈഡ് കൊടുത്ത് ആ ജീപ്പ് മെല്ലെ കയറി മുകളിലോട്ട് വരുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ രാവിലെ യാത്ര തിരിച്ച് ഡാർജിലിംഗിൽ നിന്ന് നമ്മൾ ആ വില്ലേജിലെത്തി കേട്ടോ. ഏകദേശം 25 കിലോമീറ്റർ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ എത്തി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടുത്തെ വില്ലേജും
ഇവിടുത്തെ വീടുകളും എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം പലരും കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു അല്പമെങ്കിലും ഇവിടുത്തെ ഇവിടുത്തെ വീടുകളൊക്കെ എങ്ങനെയാണെന്നൊന്ന് കാണിക്കണം. തീർച്ചയായും ഇന്നത്തെ വീഡിയോയിൽ അതായിരിക്കും കൂടുതൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തുടർന്നുള്ള കാഴ്ചകൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. ഓക്കെ, ഇതുപോലുള്ള വഴിയായിരുന്നു കേട്ടോ നമ്മൾ വന്നത്. ഇതുണ്ടോ നമ്മുടെ പുഴയിലെ കല്ല് പാകിയേക്കുന്ന വഴികൾ നമ്മൾ ബൈക്ക് ഒരു സൈഡിൽ ഒതുക്കി വെച്ചു. ഇനി നമ്മൾ വില്ലേജിലോട്ട് അടുത്ത വീടുകളിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇതാണ് വഴി. ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നോക്കി ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ഉണ്ട്. ഓക്കെ, ഇതുപോലെ കല്ലിട്ട വഴിയാണ്. ചെറുതായിട്ട് നമ്മൾ ഇറങ്ങുകയാണ് വില്ലേജിലോട്ട്. ഇവിടെ എല്ലാം ഇതുപോലെ കൃഷിയുണ്ട്. ഇതാണ് സ്കൂഷ് എന്ന് പറഞ്ഞ സാധനം കണ്ടോ. ഇതുപോലെ പല തരത്തിലുള്ള കൃഷികൾ നട്ടേക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. നമ്മളൊരു വീട്ടിലേക്ക് കയറി. ഇത് കണ്ടോ, വീടാണ്. ഷീറ്റാണ്, ടിന്നാണ് സൈഡ് മുഴുവൻ. മുകളിലും അത് തന്നെയാണ്. എന്നാൽ നോക്കി ഇതിൻ്റെ ഫൗണ്ടേഷൻ ഞാൻ കാണിച്ചു. അടിവശം 4 തൂണുകളിലാണ് കണ്ടോ. ഇതെല്ലാം ഇവർ സ്വന്തമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ ചേട്ടൻ സ്വന്തമായിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. വേറെ ആരുടെയും ഹെൽപ്പൊന്നുമില്ല. അവർ ഫാമിലി എൻജിനീയറിങ് പരിപാടികളെല്ലാം അവർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനകം ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനകം കാണാം. കണ്ടോ, ഇതാണ്. ഇതിൻ്റെ മുകളിലും ഫ്ലൈവുഡ് അടിച്ചേക്കുന്നത് കണ്ടോ. ജനലൊക്കെ കണ്ടോ, നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നല്ലൊരു ഫീലിങ്സ് ആണ് ഇവിടെ ഒന്ന് താമസിക്കാൻ കേട്ടോ. ഇവിടെ തണുപ്പ് കുറവാണ്. ഡാർജിലിങ്ങിനെ അപേക്ഷിച്ച് ഇവിടെ തണുപ്പ് വളരെ കുറവാണ്. എന്നാൽ തണുപ്പുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്ന ഒരു AC ഇട്ട റൂമിൽ എങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഫീലിങ്സാണ്. ഇതാണ്. ഇത് കണ്ടോ, നല്ല ഫിനിഷിങ്ങും. അവർ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് പണിതാണ്. ഇതും അതുപോലുള്ളൊരു വീടാണ്. ഇത് കണ്ടോ. ഇനി ഇതും അതുപോലെ തന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് ഉണ്ടാക്കിയത് ഗസ്റ്റ് റൂമാണ്. ഇവിടെ വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയതാണ്. അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ ഇതിനകവും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് കയറി കേട്ടോ. നോക്കി എന്നാ രസമാണെന്നറിയാമോ. നല്ല മരം കൊണ്ടുള്ള ഭവനം. എന്നാൽ സൈഡ് ഇതിൻ്റെ കട്ട കൊണ്ടാണ് കെട്ടിയേക്കുന്നത്. ഈ മുകളിൽ ഒട്ടിച്ചേക്കുന്നത് ഈ സീലിങ്സൊക്കെ ഇവർ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. പൈൻ മരം കൊണ്ടാണ് കേട്ടോ. പൈൻ മരം കൊണ്ടാണ് സീലിംഗ് എല്ലാം. പിന്നെ ഇപ്പം നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുമോ, ഇതെല്ലാം ഇവരാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ നമ്മൾ ഇരിക്കാനുള്ള സോഫ എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം ഇവർ തന്നെ ഉണ്ടാക്കിയേക്കുന്നതാണ്. അതിൻ്റെ സംഭവങ്ങളെല്ലാം അവരുടെ കയ്യിലുണ്ട് കണ്ടോ. നല്ലൊരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ തന്നെ അതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കും. ഇത് പുറത്ത് കടയിൽ കൊടുത്തിട്ട് അടിക്കണമല്ലോ, കുറച്ച് ഇത് വേണമല്ലോ, അതുകൊണ്ട് അത് പുറത്ത് കടയിൽ കൊടുത്ത് അവർ ചെയ്യിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ബാത്റൂം, അത് ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇവർ സ്വന്തമായിട്ട് ചെയ്താണ് കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആരും ഉപയോഗിക്കുന്നൊന്നുമില്ല കേട്ടോ. കാണിച്ചു തരാം. ഓക്കെ, ഈ ടൈൽ വർക്ക് ഇതവർ സ്വന്തമായിട്ട് ചെയ്താണ്. ഇവിടെ പിടിപ്പിച്ചേക്കുന്ന എല്ലാ സംഭവങ്ങളും ഇവർ തന്നെ ചെയ്തേക്കുന്നത്. ഇത് ഗസ്റ്റ് വരുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നോക്കിയേ, ഹീറ്റർ വരെ ഉണ്ട് മുകളിൽ. ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ് വെച്ചേക്കുന്നു, അല്പം വെളിച്ചം കയറാൻ വേണ്ടി. ഇതാണോ യൂറോപ്യൻ ക്ലോസറ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ വില്ലേജിൽ ഈ ഒരു സെറ്റപ്പിൽ. അതുമാത്രമല്ല, എന്നെ ചിന്തിപ്പിച്ച കാര്യം അവിടെ ആ ഐഡിയ ആണ്. നോക്കി, ഈ ഡോറൊക്കെ എല്ലാം സ്വന്തമായിട്ടെന്ന് പറയുമ്പോഴേ പക്ഷേ സമയമെടുക്കും കേട്ടോ. ഇതെല്ലാം പണിത്
അവർ ചെയ്തു വരാൻ വേണ്ടി അല്പം സമയമെടുക്കും. എങ്കിലും മരമൊക്കെ ഇങ്ങനെ അറുത്ത് വച്ചേക്കുകയാണ്. കണ്ടോ, ഈ ടൈപ്പാണ് കാണാൻ. ഇനി അവരുടെ അടുക്കളയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് ഡൈനിങ് ഹാളാണ്. ഫ്ലൈവുഡ് അടിച്ച് ഞാനിങ്ങനെ മറിച്ചതിൻ്റെ അപ്പുറം ബെഡ്റൂമാണ്, റൂം. കണ്ടോ, പാത്രങ്ങളും അതുപോലെ അരിയും മറ്റുള്ള സാധനങ്ങളെല്ലാം അവർ ഇട്ട് വെച്ചേക്കാണ്. ഇത് പലർക്കും അറിയാം, നമ്മൾ മോമോ ഉണ്ടാക്കുന്നതാണ്. പണ്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അതെല്ലാം. ഇങ്ങനെ ഗ്ലാസ്സുകളും പ്ലേറ്റുകളെല്ലാം വെച്ചേക്കുന്നു. അവിടെ നിന്നുള്ള ഒരു പുറത്തേക്കുള്ളൊരു വ്യൂ ആണേ. കണ്ടോ, അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകൾ, ഡാർജിലിങ്ങിലെ ഒട്ടുമിക്ക ആളുകളും ചെടികളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നതാണ്. കണ്ടോ, ഇഷ്ടം പോലെ പൂക്കളും. വീഡിയോ ഇതുപോലെയാണ് കേട്ടോ. ഇതാണ് എൻ്റെ താഴെ ഇങ്ങനെയാണ്. എല്ലാം ഇവർ തന്നെയാണ് ഈ സ്റ്റെപ്പെല്ലാം ഉണ്ടാക്കുന്നത്. ഇതാണ് അവരുടെ അടുക്കള. ഇങ്ങനെ 4 കാലൊക്കെ താഴെ കൊടുത്ത് മുകൾ വശത്ത്. പശുത്തൊഴുത്ത് കണ്ടോ, പശുവൊക്കെ ഉണ്ട്. വില്ലേജിലാണ് പശുവിനെയൊക്കെ. ഇതാണ് പശുവിൻ്റെ തൊഴുത്ത്. കൊള്ളാം. ഇവിടെയുള്ളവരുടെയൊക്കെ ഒരു വരുമാനമാണ് പശുവിനെ വളർത്തുക, പാല് വിൽക്കുക, അങ്ങനെയുള്ള രീതികളൊക്കെയാണ് കേട്ടോ. പന്നിയെ വളർത്തുക, അതിനെ കൊടുക്കുക, വിൽക്കുക, അങ്ങനെയുള്ള ഇതാണ് ഇവിടെയുള്ളവരുടെയൊക്കെ വരുമാനം എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് പന്നിയെ കാണാം. ഇത് കണ്ടോ, ഇനി ഇവിടുത്തെ വെള്ളം, ഇത് മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഡ്രിങ്കിങ് അല്ലേ? ഓ, കുടിക്കുന്ന വെള്ളമാണ് കേട്ടോ. ഓ, ഗവൺമെൻറ്റിൻ്റെ അല്ലേ? ഓ, പബ്ലിക് ഹെൽത്തിൻ്റെ. ഓക്കെ. ഇതെല്ലാം മലമുകളിൽ നിന്നുള്ള വെള്ളത്തിൻ്റെയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ പൈപ്പ് ഇട്ടേക്കാണ്. 1, 2 ഇങ്ങനെ പൈപ്പ് ഇട്ടാണ് വെള്ളം. അതെ, അതാണ് അവിടെ വന്നാണ് വെള്ളം വീഴുന്നത്. അവർ റിസർവ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന ഒന്ന്. അതിൻ്റെ മുകളിലൊരു ഗ്രീൻ കളർ ടങ്കിയുണ്ട്. കണ്ടോ, ഇതിനകത്തെല്ലാം വാട്ടർ സേവ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് ഇവിടുത്തെ വില്ലേജിലെ ലൈഫ്. പക്ഷേ ഇവിടെ വെള്ളത്തിന് ഒരുപാട് ക്ഷാമവും ഇല്ല, ഡാർജിലിംഗെ പോലെ. ऐसा पास है ना, ज़्यादा मुश्किल नहीं है ना पानी को. जगह जगह है. ഒരു പന്നിയേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. ഒന്നേ ഉള്ളൂ ഇവിടെ. നേരത്തെ ഒരുപാടുണ്ടായിരുന്നു, പലതിനെയും വിറ്റു. ഇപ്പം ആകപ്പാടെ ഒന്നേ ഉള്ളൂ. ഇതൊക്കെ വില്ലേജിലേ പറ്റുള്ളൂ, ഡാർജിലിംഗിലൊന്നും ഇത് പറ്റത്തില്ല. കാരണം നമുക്ക് സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ ഇവിടെ ഇതിനെല്ലാം നോക്കാനും എടുക്കാനും സൗകര്യങ്ങളുള്ളൂ. നല്ല വ്യൂ ആണ് കേട്ടോ. व्यू पॉइंट ലെപ്ചാ ജഗത്. ഈ കാണുന്നത് ഒരു സൂയിസൈഡ് പോയിന്റ് പോലെയാണ്. വ്യൂ കാണാൻ പറ്റിയതാണ്. ലെപ്ചാ ജഗത് എന്നാണ് അതിൻ്റെ പേര്. സ്മോൾ കിച്ചൺ. ഇത് കണ്ടോ, ഓ, പശുവിനൊക്കെ ഇവിടെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആയിട്ട്. ചോളം കണ്ടോ. ഈ കിച്ചൺ, ഇവിടത്തേക്ക് കിച്ചൺ ബഹു സുന്ദർ. കണ്ടോ, എല്ലാം മരമാണേ, മരം കൊണ്ടുള്ള ഇതാണ്. കണ്ടോ, ചോളം ഇങ്ങനെ ചൂടുകൊള്ളാനൊക്കെ ഇട്ടേക്കുന്നു. ഇവിടെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. കണ്ടോ, അടുപ്പ് കണ്ട, ഇതാണ് അടുപ്പ്. ഇവിടെ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നത്.
ഇവിടെയൊക്കെ നമ്മളിടയ്ക്ക് ബീഫൊക്കെ ഇവിടെ തൂക്കിയിട്ട് ഉണക്കാനൊക്കെ എനിക്ക് ഇടയ്ക്ക് കൊണ്ടു തരാറുണ്ട് ഇവിടുന്ന്. ഇതും മറ്റൊരടുപ്പ് കണ്ട, നല്ല രസമുണ്ട്. പക്ഷെ കണ്ട, ഇങ്ങനെയാണ് ഇവിടുത്തെ കിച്ചൺ. വില്ലേജിലെ ഫുഡ് കാണിച്ചു തരാം. ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ആണ്. പപ്പടം, പരിപ്പ് കറിയുണ്ട്, പിന്നെ നല്ല ചട്നിയുണ്ട്, ബീൻസ്, ഈ സംഭവം പോർക്കാണ്, പോർക്ക്. ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ അവർ നമ്മൾ വന്നുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. വെള്ളത്തിൻ്റെ പാത്രം ഇങ്ങനത്തെ ഒരു ടൈപ്പ് പാത്രങ്ങളാണ്. അങ്ങനെ നമ്മൾ രാവിലെ ഇവിടെ വന്നതാണ്. ഇവരുടെ സ്നേഹ സൽക്കാരങ്ങളും ഇവരുമായിട്ട് കുറച്ച് സമയമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ തിരിച്ച് ഡാർജിലിംഗിലോട്ട് വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ്. കാരണം തണുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളവിടെ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ രാവിലെ വില്ലേജ് കാണാൻ പോയി. അവിടെ കണ്ട് അവിടുത്തെ വീടുകളും ഭക്ഷണ രീതികളും എല്ലാം നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇടയ്ക്ക് ബൈക്കൊന്ന് പഞ്ചറായി. ഇപ്പം ബൈക്ക് ഡാർജിലിംഗ് വരെ എത്തി. എന്തായാലും വീട്ടിൽ സേഫായിട്ട് എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ഓക്കെ, ബൈ.